ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു കുഞ്ഞി ഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്കിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ്. അപ്പോൾ പത്തിരി ചുടുന്ന തിരക്കില്ല കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഉമ്മ കപ്പ ഉണ്ടാക്കുന്നുണ്ട്. കപ്പ പുഴുങ്ങിക്കാണ്ട് കഴിക്ക് മീൻ കറി കൂട്ടി കഴിക്കാതിരുത്തി. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാണ്. പിന്നെ അനിയന് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഓന് ചോറ് നേരത്തെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കണ തിരക്കിലാണ്. അപ്പോൾ അതാ മഴ പെയ്തതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. രാവിലെ നല്ല നേരത്തെ നീച്ചാൽ ഫോഗ് കാണും കേട്ടോ. അപ്പോൾ ഇതമ്മ പൂളൊക്കെ വേവിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതാ നല്ല മഴ പെയ്തതിൻ്റെ ഇത് കാണുന്നുണ്ട് കേട്ടോ പുറത്ത്. രാവിലെ ഇങ്ങനെ എണീച്ചിരുമ്പോൾ മഴ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ പത്തിരിക്ക് കുറുമകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് തലേന്നത്തെ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കലാണ്. തോനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചൂടാക്കി അങ്ങനെ ആക്കലാണ്. എന്നാൽ പിന്നെ എപ്പോഴും കറി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അത് ചൂടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരിക്ക് ഇത്. അപ്പോൾ ഇതാ അനിയന് സോയാബീൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചോറ് ഒഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ സോയാബീൻ വറ്റിച്ചത് കേട്ടോ. ഓന് നല്ല ഇഷ്ടമാണ് സോയാബീൻ വറ്റിച്ച്. അപ്പോൾ ഇതാ സോയാബീനൊക്കെ ഉണ്ടാക്കി അതിക്ക് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ്. ഇമ്മ മീൻ കറി ഉണ്ടാക്കാൻ തിരക്കില്ല. അതിൽ വന്നുകാണ്ട് ഓരോന്നും ഇങ്ങനെ കാട്ടി ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതപ്പോൾ ചായ കുടിച്ചാൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കപ്പയും മീൻ കറിയാണ് കൂട്ടിയത്. ഞാൻ പത്തിരിയാണ്, എനിക്ക് മീൻ കറി ഇഷ്ടമല്ല. അപ്പോൾ ഇതാ നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ആസ്വദിച്ച്. പിന്നെ ഉച്ചക്കായപ്പോൾ പിന്നെ മാങ്ങ ഉണ്ടായിന്. അപ്പോൾ മാങ്ങ ഒന്ന് ഇതാക്കി. പിന്നെ മീൻ കുട്ടികൾക്ക് മീനും അങ്ങനെ ചോറൊക്കെ തിന്ന് വൈകുന്നേരം പുറത്ത് പോകാതിരുത്തി. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിന്. അപ്പം അതിനിറങ്ങിയതേനു. ഞാനും ഉപ്പയും അനിയനാണ് പോയത്. ഉമ്മയും താത്തയും ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൾ അവിടെ നിന്ന് വരാമെന്നൊക്കെ പറഞ്ഞ് പോലെ വെയിറ്റ് ചെയ്യണ തിരക്കിലാണ്. പിന്നെ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാൻ വന്നു. സോ ഗൈസ് കുറച്ച് പർച്ചേസിങ് വന്നതാണ് അല്ലേ. ഇപ്പോൾ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒന്നെങ്കിൽ കച്ചേരി പെറുക്കലില്ല ഹൈപ്പർ ബഡ്ജറ്റിക്ക്, അല്ലെങ്കിൽ കാറ്റേജ് ബൈപ്പാസ് അവിടെയുള്ള ഹൈപ്പർ ബഡ്ജറ്റിക്ക പോലെ. അപ്പോൾ കാറ്റേജ് ബൈപ്പാസിൻ്റെ അങ്ങനത്തെയാണ് പോയത്. എത്തിക്കാട്ടി ഇവിടെ കുറച്ച് സാധനങ്ങളുള്ള പോലെയാണ്. അപ്പം ഉമ്മാക്ക് ഇങ്ങോട്ട് പോകാൻ പറയില്ലേ. കുറച്ച് സാധനങ്ങൾ കൂടെ എന്താ വെച്ചാൽ നമുക്ക് എല്ലാം കാണുന്ന സ്ഥലത്താണ് പറ്റിയത്. എന്താവും അപ്പോൾ നമ്മളവിടെ അപ്പതാ സ്കൂളൊക്കെ തുറന്നുണ്ട്. സ്കൂളൊക്കെ എന്താ തുറന്നത് സ്കൂൾ സാധനങ്ങളൊക്കെ. അടി കൂടുതൽ So guys, I'm purchasing
നിലനിന്ന് നിൽക്കുന്നുണ്ട്. എമ്മാനൊന്നും ഇപ്പോൾ കാണാനില്ല. എമ്മാനൊക്കെ ഹൈപ്പറൊക്കെ കൊണ്ടുവന്നാൽ പ്രശ്നം അതാണ്. പിന്നെ ആകെ കാണാൻ കിട്ടില്ല. ലാസ്റ്റ് വോയിസ് ഫോർ കൊടുക്കണ്ടേ. അപ്പോൾ അതാ ഞങ്ങൾ എന്തോന്ന് തിരഞ്ഞ് നടക്കണ പണിയിലേനി. ഓൾക്ക് എന്തൊക്കെയോ സാധനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള സാധനം തപ്പണ തിരക്കിലേനി. അപ്പോൾ അവിടെ വോയിസ് എടുത്തിട്ടില്ല. അവിടെ ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ട് പാട്ടൊക്കെ ആയതുകൊണ്ട് കോപ്പിറൈറ്റ് ഇട്ടു. വരാണ്ട് ഒരു റെസിപ്പി വ്ളോഗ് ഇടും നമ്മളിഞ്ഞ് അല്ലേ. ഷെഫിന് പാത്രമൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങുള്ളൂ അല്ലേ. ബ്ലാക്ക് ഉണ്ടാവും കഴിച്ചത് വരെ ആരെ സാധനം വാങ്ങൽ കഴിഞ്ഞില്ല. ഇമ്മയൊന്നും നടന്ന് പോന്നിട്ട് തന്നെ ഇല്ല. ഈ ബഡ്ജറ്റിക്കൊക്കെ ഇപ്പം പോന്നാലേ പ്രശ്നമുള്ളത്. ഒരു സാധനം വാങ്ങി കഴിയണമെങ്കിലുണ്ടല്ലോ എത്ര ടൈം എടുക്കുമെന്ന് അറിയാം നിങ്ങൾക്ക്. ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയേക്കണം. എന്താ വെച്ചാൽ ഓളെ ഇനി പെണ്ണാണാൻ വരുമ്പോൾ എങ്ങനത്തെ ഗ്ലാസ്സിലാണ് ജ്യൂസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചായ കൊടുക്കേണ്ടതൊക്കെ ഓൾ ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനത്തെ ജ്യൂസ് സെറ്റാണ് വാങ്ങുന്നത് നോക്കല്ലേ. അപ്പം ഏതോ ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ഏതാ വാങ്ങണേന്ന് അതാ കൊടുക്കണം. കുടിക്കാനാണ്. ഓ അതന്നെ പല്ലിയൊക്കെ തൊല്ലക്കതാ കോൾഗേറ്റിൻ്റെ അടുത്ത് ബില്ലിങ് തുടങ്ങിക്കണം. ഫുഡേക്കാൻ ബ്രസീലിടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ.